തൃപ്പൂണിത്തുറ വെടിക്കെട്ട് അപകടത്തിന് പിന്നിൽ രണ്ട് ചേരുവാരങ്ങൾ തമ്മിലുള്ള മത്സരം. പുതിയകാവ് ഉത്സവത്തിന് തെക്കേ ചെറുവാരത്തേക്കാൾ വെടിക്കെട്ടുകളുമായാണ് വടക്കേ ചേരുംവാരം ഒരുങ്ങിയത്. ഇതിനിടെ സ്ഫോടനത്തിൽ മരിച്ച 55 വയസ്സുകാരനായ ദിവാകരന്റെ മേൽവിലാസം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഈ കിടക്കുന്നത് ഒരു ടെമ്പോ ട്രാവലറാണെന്ന് പറഞ്ഞാൽ ആരൊക്കെ വിശ്വസിക്കും? ഇതാണ് ഈ ദുരന്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. ഈ ടെമ്പോ ട്രാവലറിൽ കയറ്റിക്കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കളാണ് ഒറ്റയടിക്ക് പൊട്ടിത്തെറിച്ച് ഈ വലിയ ദുരന്തമുണ്ടാക്കിയത്. പിന്നെ ഇനി എങ്ങനെ ഈ ദുരന്തമുണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ അനാസ്ഥ അധികൃതരുടെയും ദേവസ്വം ഭാരവാഹികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ്. കാരണം രണ്ട് ചേരുവാരങ്ങളായി തിരിഞ്ഞുകൊണ്ട് മത്സര സ്വഭാവത്തിൽ തന്നെ വെടിക്കെട്ട് നടത്തിയെന്നതാണ് എല്ലാവരും ഇപ്പോൾ തുറന്നു സമ്മതിക്കുന്നത്. ആൾക്കാർക്കിടയിൽ വെടിക്കെട്ടുമായിട്ടുള്ള മത്സരമാണ്. കാരണം ഒന്നാം ദിവസം പൊട്ടുന്നതിനേക്കാളും ഇരട്ടി രണ്ടാം ദിവസം പൊട്ടിക്കണം എന്നുള്ളൊരു മൈൻഡാണ്. ഒരു മത്സര ബുദ്ധിയോടെ തന്നെയാണല്ലോ കാണാം. ഈ ദുരന്തം തകർത്ത വീടുകളിലേക്ക് തിരിച്ച് കയറാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെ. നിരവധി വീടുകൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് പറയാം. ഇതിന് തൊട്ടടുത്തുള്ള വീട് തന്നെയാണ്. ഇവിടെയൊക്കെ ക്ലീനിങ് ജോലികളൊക്കെ തന്നെ നടക്കുകയാണ്. ഇവിടെ കൂടുതൽ ചില്ലാണ് പൊട്ടിയിരിക്കുന്നത്. എങ്ങനെയാ? ചില്ലുകളാണ് കൂടുതൽ പൊട്ടിയിരിക്കുന്നത്. ജനലിന്റെ ചില്ലുകൾ എല്ലാം ചിന്നിച്ച് അവരെ കിടന്നിട്ട് ഇപ്പം ഞങ്ങളെല്ലാവരും കൂടി വന്ന് ഇത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ വീട്ടുകാരൊക്കെ ഇവിടെ ഇല്ല, അവരെല്ലാം തന്നെ പല സ്ഥലങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. പലരും ആശുപത്രികളിലൊക്കെയാണ്. അങ്ങനെ വീട്ടുകാരില്ലാത്ത സമയത്ത് ഒരു സന്നദ്ധ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്ക് കൗൺസിലർ അടക്കമുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ വീടുകളുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ? വീടുകൾ നമ്മൾ പറയാൻ പറ്റില്ല. നമുക്ക് അതുപോലെ അത്രയും മോശമായി. നമുക്ക് ഇനി എങ്ങനെ അവർ ഇതിൽ താമസിക്കും എന്നുള്ളൊരു നമുക്ക് തന്നെ ടെൻഷൻ ഇതിൽ ചെയ്യുമ്പോഴത്തേക്ക്. ഇനി ഇവർക്കൊക്കെ എപ്പോഴാണ് ഈ ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയുക എന്നത് ഏറ്റവും ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മളൊരു മണിക്കൂറത്തെ ഒരു സന്തോഷത്തിന് വേണ്ടി പൊട്ടിക്കാൻ കൊണ്ടുവന്ന സാധനം പലരുടെയും ജീവിതത്തിൻ്റെ മുഴുവൻ അധ്വാനങ്ങളെയാണ് ഇല്ലാതാക്കിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.